ആറേറെ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മലമ്പുഴ ഡാം കാണാനുള്ള പോക്കാണ് കേട്ടോ. ഇപ്രാവശ്യം ബാംഗ്ലൂർ പോകുന്നത് ഡയറക്റ്റ്ലി ബാംഗ്ലൂരിലേക്ക് പോകണ്ട, മലമ്പുഴ ഡാമും പിന്നെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് തീരുമാനിച്ചു. രാവിലെ 3:30 തുടങ്ങിയ ട്രിപ്പാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെ മലമ്പുഴ എത്തണമെന്നതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. തലേ ദിവസം രാത്രി നേരാവണ്ണം ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 3:30 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഉറങ്ങി. അപ്പോൾ ഒരു ഫോട്ടോ മാത്രം എടുത്തതിന് ശേഷം ഉറങ്ങി. വീഡിയോ എടുക്കാനൊരു മൂഡുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എണീറ്റതേ ഉള്ളൂ, വീണ്ടും ഉറങ്ങി. ഇപ്പം മണി 11. ഞങ്ങൾ പാണഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മലമ്പുഴ ഡാം എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. മാളു, നീനു, ആദി ഇപ്പോഴും ഉണർന്നിട്ടില്ല കേട്ടോ. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങിയതാ. ഇപ്പോഴും ഉറക്കം തന്നെയാണ്. പിന്നെ ഈ പുതിയ വീഡിയോ എടുത്ത് എന്താണെന്നറിയോ, എൻ്റെ ഫോണിലെ വീഡിയോയിലെ ഡ്യുവൽ ക്യാപ്ചർ എങ്ങനെയാണെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇത് കുതിരാൻ തുരങ്കത്തിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള തുരങ്കമാണ് കുതിരാൻ തുരങ്കം. 2016 ഇതിൻ്റെ പണി ആരംഭിക്കുന്നത്. ഡിസംബർ 2021 ഇത് ഓപ്പണായി കിട്ടുന്നത്. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോൺ ചോദിച്ചപ്പോൾ കൊടുക്കാത്തത് കൊണ്ട് ആദിക്കുട്ടൻ പിണങ്ങിപ്പോയി കേട്ടോ. ആദിക്കുട്ടന് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. ഫോൺ കിട്ടിയാൽ അവൻ ആദ്യം ചെയ്യുന്നത് ആദ്യമേ കുറേ സെൽഫി എടുക്കും. ഏത് ട്രോൾ കണ്ടാലും ആദ്യം ഓപ്പൺ പറയുക എന്നുള്ളത് അതിൻ്റെ നിർബന്ധമാണ്. കുട്ടികളെയും കൊണ്ട് റോഡ് ട്രിപ്പ് പോകുന്നത് രസകരമാണെങ്കിലും അതുപോലെ തന്നെ ഒത്തിരി പ്രിപ്പറേഷൻ ആവശ്യമുള്ളൊരു സംഗതിയാണ് കേട്ടോ. അവർക്ക് കഴിക്കാനുള്ള സ്നാക്സും കട്ട് ഫ്രൂട്ട്സും ഒരു സ്പെയർ ഡ്രസ്സും ടിഷ്യൂ പേപ്പറും ഹാൻഡ് വാഷും ഒക്കെ ഹാൻഡിയായി കരുതും. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിക്കി തുറക്കേണ്ടതായിട്ട് വരും. സാധാരണയായി തന്നെ 8 മണിക്കൂർ പ്ലാൻ ചെയ്യുന്ന ട്രിപ്പ് 10 മണിക്കൂറാകും. ഇടയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും ആവശ്യമൊന്ന് നിർത്തേണ്ടിയൊക്കെ വരുമ്പോൾ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ മലമ്പുഴ എത്തുമെന്നാണ് തോന്നുന്നത്. പോകുന്ന വഴിയിൽ ഈ ചെറിയ പാടങ്ങളും കുന്നുകളും ഒക്കെ കാണാനുണ്ട് കേട്ടോ. പോകുന്ന വഴി ഇത്ര ഭംഗിയാണെങ്കിൽ ഈ മലമ്പുഴ ഡാം എങ്ങനെയായിരിക്കും എന്തോ.
ഇപ്പോൾ സമയം 12:15 കഴിഞ്ഞു. ഇപ്പോൾ ദേ നമ്മൾ കറക്റ്റ് മലമ്പുഴ ഡാമിലെത്തിയിട്ടുണ്ട്. ഇതാണ് മലമ്പുഴ ഡാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ ഇവിടെ കാണാനുണ്ടോ അതെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇവിടെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്, വെയിലാണ്. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ലഞ്ച് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇന്ന് നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മലമ്പുഴയിലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി ലഗേജൊക്കെ വെച്ചിട്ട് ഒന്ന് ഫ്രഷായി ലഞ്ചും കഴിച്ചിട്ട് നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. ഈ പോകുന്ന വഴിക്ക് വേറെ ഹോട്ടലുകളോ ഹോം സ്റ്റേസോ ഒന്നും കാണാനില്ല. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ വരെ കാണാൻ കുറവായിരുന്നു. അധികം വീടുകളോ ഒന്നുമില്ല, മുഴുവൻ ഓൾമോസ്റ്റ് ഒരു കാട് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. കംപ്ലീറ്റ്ലി ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്, മലമ്പുഴ ഡാം കാണാൻ വന്നവരായിരിക്കും. ഗൂഗിൾ മാപ്പ് പറഞ്ഞതനുസരിച്ച് നമ്മളിതേ ഈ പാലത്തിലേക്ക് കയറി കഴിഞ്ഞ് ഇപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കൂ. മലമ്പുഴ ഡാമിൻ്റെ ഒരു പോർഷനാണ് ഈ കാണുന്നത്. ദേ ഇപ്പോൾ ഡാമൊക്കെ കഴിഞ്ഞ് ബ്രിഡ്ജ് കയറി കഴിഞ്ഞ് ദേ വീണ്ടും പഴയതുപോലെ കാട് പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ കൺഫ്യൂഷനായി കേട്ടോ. വലത്തേക്ക് കാണുന്ന ആ റോഡിലേക്ക് നേരെ പോകണോ അതോ ഇടത്തെ സൈഡിൽ മേലേക്ക് കാണുന്ന റോഡിലേക്ക് കയറണോ എന്നുള്ളത്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ അപ്പോൾ മനസ്സിലായി അങ്ങോട്ടല്ല പോകേണ്ടിയിരുന്നത്, ലെഫ്റ്റിലെ മേലേക്ക് കിടക്കുന്ന റോഡിലേക്കാണ് കയറേണ്ടിയിരുന്നത്. അപ്പോൾ റിവേഴ്സ് എടുത്ത് പതുക്കതെ ഇപ്പോൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് പോകേണ്ടത്. ഈ ഗേറ്റ് ആണെന്ന് തോന്നുന്നു ഇവരുടെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇത് കയറി എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കാം. അങ്ങനെ നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് മലമ്പുഴയിലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്. ആക്ച്വലി മലമ്പുഴ ഡാം ഇവിടെ നിന്ന് നോക്കിയാൽ നന്നായിട്ട് കാണാം. നാളു നീനു നമ്മൾ മലമ്പുഴ എത്തിയേ. ആണോ? മലമ്പുഴ യക്ഷീനെ കാണും. നമുക്ക് കണ്ടേ പറ്റൂ. സിനിമയിലും സീരിയലിലും ഒക്കെ നമ്മൾ കാണുന്ന വെള്ള സാരി ഉടുത്ത ഒരു യക്ഷിയെ കാണാമെന്ന് പ്രതീക്ഷിച്ചാണ് മാളു നീനും മെയിൻലി മലമ്പുഴ ഡാമിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന മലമ്പുഴ ഡാമിൻ്റെ വ്യൂ ആണിത്. ഇപ്പം നല്ല കാറ്റുണ്ട്, നല്ല വെയിലുമുണ്ട്, നല്ല ചൂടുമുണ്ട്. പക്ഷേ ഈ ഒരു കാണുന്ന ഭംഗി എന്ന് പറയുന്നത് ശരിക്കും ബിയോണ്ട് വേർഡ്സ് ആണ്. വെരി ബ്യൂട്ടിഫുൾ. ഇത് ഈവനിങ്ങും മോർണിംഗും ഒക്കെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഭംഗിയായിരിക്കും കാണാനെന്ന്. ഈ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മലമ്പുഴ ഡാമും ഡാമിൻ്റെ കൂടെയുള്ള ഗാർഡനും പാർക്കും ഒക്കെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മലമ്പുഴ ഡാം കാണാൻ വരുന്നവർ ഈ ഗസ്റ്റ് ഹൗസിൽ ശരിക്കും താമസിക്കണം ഒരു പ്രാവശ്യമെങ്കിലും. എങ്കിലും ഈ ഒരു
ഈ ഒരു വ്യൂവിൻ്റെ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഈ ഗസ്റ്റ് ഹൗസിൻ്റെ സൈഡിലായിട്ട് ഇതുമാതിരി മയിലൊക്കെ വരും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസാണ് മയിലിനെ ഇത്ര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നത്. സൂവിലല്ലാണ്ട് ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് മയിലിനെ കണ്ടിട്ടില്ല. മയിലിനെ കണ്ടതുകൊണ്ട് മൂന്നുപേരും കൂടി അവിടെ പോയി നിന്ന് നോക്കുവാണ്. ലഗേജ് എല്ലാം റൂമിൽ വെച്ച് ലഞ്ച് കഴിച്ച് ഒന്ന് ഫ്രഷായി വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഞങ്ങൾ മലമ്പുഴയിൽ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയത്. ആദ്യം പോയത് റോപ്പ് വേയിലേക്കാണ്. ഒരു അഡൽട്ടും ഒരു കുട്ടിയും കൂടെയാണ് അവർ മെയിൻലി കയറ്റുക. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ 3 കുട്ടികളുണ്ടായിരുന്നത് കൊണ്ട് ആദിക്കുട്ടൻ ഏട്ടൻ്റെ കൂടെയും നീനുവും മാളുവും എൻ്റെ കൂടെയാണ് കയറിയത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ റോപ്പ് വേയിൽ കയറിയത്. അല്ലാണ്ട് അതെനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. മലമ്പുഴയിൽ വരുന്ന എല്ലാവരും കയറേണ്ട ഒന്നാണ് റോപ്പ് വേ. ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. അമ്മയ്ക്ക് ഭയങ്കര പേടിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിർബന്ധിച്ച് കയറ്റിയത്. കണ്ടോ നമ്മൾ എന്തോരം ഹൈറ്റിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്ലോയിലാണ് ഇത് പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇപ്പോൾ നേരെ കാണുന്നതാണ് അത് എൻഡ് ചെയ്യുന്ന സ്ഥലം. പക്ഷെ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ വന്ന് പിന്നെയും നമ്മളൊന്ന് തിരിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര പതുക്കെയാണ് പോകുന്നത്. പക്ഷെ ചില സമയത്ത് കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ഷേക്കാവും. അപ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ മേലെ ഇരുന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഭയങ്കര വണ്ടർഫുള്ളാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. റോപ്പിലൂടെയുള്ള ഈ യാത്രയിൽ ഏറ്റവും പേടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ആദിക്കുട്ടനെ കുറിച്ചായിരുന്നു. പക്ഷെ ആദിക്കുട്ടനാണ് ഈ യാത്ര ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അവൻ പാട്ടൊക്കെ പാടി ഭയങ്കര കൂളായിട്ടിരിക്കുന്ന വീഡിയോ ആയിട്ട് എങ്ങനെ
റൂപ്പിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ അത് ആ താഴേക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇതൊക്കെ കേട്ടോ. റോഡും ഡാമും അതേ ഈ ഗാർഡൻ മുഴുവനും നമുക്ക് നന്നായിട്ടൊരു ഫുൾ വ്യൂ ആണ് നമുക്ക് കിട്ടുക. എനിക്ക് തോന്നുന്നു ഈവനിങ് ആണ് നമ്മൾ ഈ റോപ്പ് വേയിൽ കയറുന്നതെങ്കിൽ ഫുൾ ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. നമ്മൾ റോപ്പ് വേ ഒക്കെ കറങ്ങിയിട്ട് എത്താറായിട്ടുണ്ട്. ഈ റോപ്പ് ഇങ്ങനെ നിർത്താൻ പറ്റത്തില്ല കേട്ടോ, ഇതിങ്ങനെ മൂവിങ് ആണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കയറുകയും പെട്ടെന്ന് ഇറങ്ങുകയും വേണോ ആയിരിക്കും. ഞങ്ങൾ ഇറങ്ങിയില്ല, എന്റെ അച്ഛനും എത്താറായി, അനിയനും പോകുന്നുണ്ട്. നമുക്ക് അത് നോക്കി ചെയ്യാം. താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ പൈനാപ്പിളും വാട്ടർമെലണും അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മേടിക്കുമ്പോൾ അവരതിൽ ഉപ്പും മുളകും ഒക്കെ ഇട്ട് തരും. ഞങ്ങൾക്ക് കാണാൻ ഏറ്റവും അടുത്തുണ്ടായിരുന്നത് അക്വേറിയമായിരുന്നു. ഇവിടെ വർക്കിംഗ് അവേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. സാധാരണ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 8 മണി വരെയും, ഹോളിഡേയ്സിലാണെങ്കിൽ രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഈ അക്വേറിയം ഓപ്പൺ ആയിരിക്കുക. മുതിർന്ന ആൾക്കാർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. അവിടെ ഒരു വല്ല ഫിഷ് ഒക്കെ ഉണ്ട്. അകത്ത് പോകാൻ പറ്റുമോ? അല്ല, അത് പിന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ. അത് ഇതിനകത്തേക്കാണ്. ഇനി കേറുന്നില്ലേ? വളരെ നീറ്റും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു അക്വേറിയമാണ്. പല വെറൈറ്റി ഫിഷസ് നമുക്കിവിടെ കാണാനുണ്ട്. ഇവിടെ മലമ്പുഴ ഡാമിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അക്വേറിയം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സ്നേക്ക് പാർക്കിലേക്കാണ്. അവിടെയും ഇതുമാതിരി ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പല വെറൈറ്റി പാമ്പുകളെ കാണാൻ പറ്റും. അക്വേറിയവും റോപ്പ് വേയും സ്നേക്ക് പാർക്കും ഒക്കെ കഴിഞ്ഞാൽ നേരെ നമുക്ക് പോകേണ്ടത് ഡാമിലേക്കാണ്. ഇതാണ് ഡാമിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്കും ടിക്കറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലമാണ് മലമ്പുഴ ഡാം. പക്ഷെ തിരുവനന്തപുരത്തു നിന്നുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും.
ഡാമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഡാമിനകത്ത് എന്തൊക്കെ കാണാനുണ്ടെന്ന് ഡയറക്ഷൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും എല്ലാം ഉണ്ട്. നീനും മാളും ആദ്യം കൂടി ഡാമിനകത്ത് പാർക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പാർക്ക് അന്വേഷിച്ചുള്ള നടപ്പാണ്. അത് കാണാത്തതിൻ്റെ വിഷമത്തിൽ അവസാനം കണ്ടുകിട്ടിയ ഒരു സ്ഥലത്ത് അവരിപ്പോൾ റണ്ണിങ് റേസ് നടത്തുവാണ്. അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവർ ഓടിപ്പോകുന്ന വഴി കൂടെ കയറി വേണം നമുക്ക് മലമ്പുഴ ഡാമിലേക്ക് കയറി പോകേണ്ടത്, ഡാമിൻ്റെ മേലേക്ക് കയറി പോകേണ്ടത്. ഇവിടെ നിന്നിപ്പോൾ നോക്കുവാണെങ്കിൽ ലൈറ്റ്സ് എല്ലാം ഇട്ട് തുടങ്ങി. മേലെ കൂടെ റോപ്പ് വേ പോകുന്നുണ്ട്. റോപ്പ് വേയിൽ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും, ലൈറ്റ്സൊക്കെ ഓണായി തുടങ്ങിയതുകൊണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഡാമിൻ്റെ മുകളിലെത്തി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികളെയും കൊണ്ട് നടന്നു പോകാൻ ഒട്ടുമേ സേഫ് അല്ലാത്തൊരു സ്ഥലമാണ്. മുതിർന്ന ആൾക്കാർക്ക് തന്നെ വളരെ ശ്രദ്ധിച്ച് നടക്കേണ്ട സ്ഥലമാണ്. കാരണം രണ്ട് വശങ്ങളിലാണെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ല. നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിലും ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. ഇതാണ് ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മലമ്പുഴ ഗാർഡൻ്റെ ഒരു വ്യൂ. ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഡാമിൻ്റെ ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങി നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മലമ്പുഴ യക്ഷിയെ കാണാം. ഡാമൊക്കെ കണ്ട് മലമ്പുഴ യക്ഷിയെയും കണ്ട് പാർക്കിലൊക്കെ ഒത്തിരി കളിച്ച് തിരികെ വന്ന് ഡിന്നർ കഴിച്ചോടൻ തന്നെ മാളു നീനു ഉറക്കായി. ആദ്യം ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. ഇതാണ് ഞങ്ങൾ താമസിച്ച ഗസ്റ്റ് ഹൗസിൻ്റെ വ്യൂ. ഒരു വലിയ ബെഡ്റൂം, ഒരു ബാത്റൂം, ഇതുപോലൊരു ഡ്രോയിങ് റൂമും ഉണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.